അസമിൽ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയതിൽ ഒരു ഹിന്ദു പോലുമില്ലെന്നും ഒരു ഹിന്ദുവിനെ കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഈ തീവ്രവാദി വിഭാഗത്തിന് ബുൾഡോസർ രാജല്ലാതെ പിന്നെ എന്ത് പ്രയോഗിക്കണം നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നവരെ? ഇവിടെ വന്ന് അവർക്ക് വോട്ടവകാശം, ആധാർ, ബാങ്ക് അക്കൗണ്ട്, പാസ്പോർട്ട് ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് നല്ല രൂപത്തിൽ തണലൊരുക്കി നമ്മുടെ രാജ്യത്തെ എങ്ങനെ ചതിക്കണം എന്നതിന് കൂട്ടുനിൽക്കുന്ന മുഴുവൻ ആളുകളെയും തൂക്കണം. അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ അതുപോലെ യോഗി ആദിത്യനാഥ് ഒക്കെ നല്ല സമർത്ഥരായിട്ടുള്ള സമുന്നതരായിട്ടുള്ള രാജ്യസ്നേഹികളായ ഭരണാധികാരികളാണ് എന്ന് ചരിത്രം വിധിയെഴുതുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും ബോൾഡായിട്ട് ഏത് മുഖ്യമന്ത്രി പറയും? അതായത് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ആരാ? ഹിന്ദുക്കളാണ്. അവരാരും ആസാമിൽ നുഴഞ്ഞു കയറിയവരിലില്ല. അവരിപ്പോഴും ഇവന്മാരുടെ ചവിട്ടും കുത്തും കൊണ്ടിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. മുസ്ലിങ്ങൾ എങ്ങനെയാ ഇസ്ലാമിക രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നത്? മുസ്ലിങ്ങളാൽ ഇല്ല. അപ്പോൾ അവർ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ രാജ്യത്തില്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സുരക്ഷിതത്വം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നിട്ട് പോലും ഒരു ഹിന്ദുവിന് പോലും നുഴഞ്ഞു കയറാൻ തോന്നുന്നില്ല. കാരണം എന്താ? അവർക്ക് പേടിയുണ്ട്. UAE ദുബായ് സ്ത്രീകൾക്കു മാത്രമായി ആദ്യത്തെ ബീച്ച് പൂർണ്ണമായും വേലി കെട്ടി മറച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ ബീച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെയെങ്കിലും പെണ്ണുങ്ങളൊന്ന് പുറത്തിറങ്ങട്ടെ, കുഴപ്പമില്ല. വുമൺ ഓൺലി ബീച്ച്. ശരി. ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായിയും അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ പ്രമുഖനുമായ സലീം ഡോല തുർക്കി എയർപോർട്ടിൽ പോലീസിന്റെ പിടിയിൽ. ഡോല കാക്ക വിചാരിച്ചു ഒരു കാലത്തും കാക്ക പിടിക്കപ്പെടത്തില്ല. ദാവൂദ് ഇബ്രാഹിം ശരി റാവൽപിണ്ടിയിൽ പോയി സുഖവാസത്തിൽ ഇരുന്നോ മോനെ, എപ്പോഴെങ്കിലും പുറത്തു വരും. ഇന്ത്യക്കെതിരെ ചെയ്ത സകലമാന കാര്യങ്ങൾക്കും തഹാബുർ ഹുസൈൻ റാണ ഇപ്പോൾ എണ്ണി എണ്ണി തീഹാറിൽ കിടന്ന് പറയുന്നത് പോലെ ഇവനും പറയേണ്ടി വരും. ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം മുസ്ലിം അറബ് UAE-യിൽ വിന്യസിപ്പിച്ചു. അതെ, ഒരുമിച്ച് നിൽക്ക്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജൂത വിരോധം കൊണ്ടൊന്നും ഇനിയും കാര്യമില്ലെന്ന് തിരിച്ചറിയണം. ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്, ഷിയാക്കളാണ്. അവരാണിപ്പോൾ UAE-യെയും സൗദിയെയും ഖത്തറിനെയും ബഹ്റൈനെയും ഒക്കെ ആക്രമിച്ചു ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കൊരു താങ്ങായിട്ട് ആര് നിൽക്കും? ഒരു അവസരം വന്നാൽ ഇസ്രായേലിന് പണിയാനേ ഇയാൾ നോക്കത്തുള്ളൂ കേട്ടോ, അത് വേറെ. എന്തുകൊണ്ട് FCRA? ചോദ്യമാണ്. ഈ നിയമ ഭേദഗതി ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാകും. ശരി, വായിക്കാം. മാവോയിസ്റ്റുകൾക്ക് വിദേശത്ത് നിന്ന് എത്തിയത് 95 കോടി. തിമോത്തി ഇനിഷ്യേറ്റീവ് ED റഡാറിൽ. മണിപ്പൂർ സംഘർഷവും സംശയ നിഴലിൽ. വായിക്കാം. രാജ്യത്തെ മാവോയിസ്റ്റ് മേഖലകളിലേക്ക് വിദേശത്ത് നിന്ന് ആഗോള ക്രിസ്ത്യൻ സംഘടനയായ തിമോത്തി ഇനിഷ്യേറ്റീവ് വഴി 95 കോടി രൂപ എത്തിയതായി ED കണ്ടെത്തി. വിദേശ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ മേഖലകളിലെ ചിലരാണ് കോടികൾ പല തവണകളായി പിൻവലിച്ചതെന്നും കണ്ടെത്തിയത് ED പത്രക്കുറിപ്പിൽ അറിയിച്ചു. FCRA വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഇതനുസരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സംഘടനയാണ് ഇതെന്നും ED അറിയിച്ചു. 2025 നവംബർ മുതൽ ഈ മാസം വരെ 5 മാസം കൊണ്ടാണ് ഇത്രയേറെ പണം ഭാരതത്തിലെത്തിയത്. ഇത് മാവോയിസ്റ്റുകളുടെയും രാജ്യവിരുദ്ധരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ സംശയം. ED 18-19 തീയതികളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 6 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. മുഴുവൻ സംവിധാനങ്ങളെയും മറികടന്ന് പലയിടങ്ങളിലായി വിദേശ ATM കാർഡ് ഉപയോഗിച്ച് കോടികൾ പിൻവലിച്ചതായും സംശയകരമായ സാഹചര്യങ്ങളിൽ അവ ചെലവിട്ടതായും ED കണ്ടെത്തി. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മേഖലയായ ബസ്തറിൽ ഏകദേശം 6.5 കോടി രൂപയാണ് ഇങ്ങനെ പിൻവലിച്ചത്. തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ക്രിസ്ത്യൻ സംഘടനയാണ് ഇതിന് പിന്നിൽ. US-ലെ ട്രൂയിസ്റ്റ് ബാങ്കിന്റെ കാർഡുകളാണ് ED പിടിച്ചെടുത്തത്. ഈ ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ച് പലയിടങ്ങളിലെ ATM-കൾ വഴിയാണ് പണം പിൻവലിച്ചത്. റെയ്ഡിൽ ട്രൂയിസ്റ്റ് ബാങ്കിന്റെ 25 ATM കാർഡുകളും 40 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും
രേഖകളുമാണ് ഇ ഡി കണ്ടെത്തിയത്. തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിച്ചത്. 24 വിദേശ ബാങ്കുകളുടെ ATM കാർഡുകളുമായി മിയാഖ് മാർക്ക് എന്നയാളെ ബംഗളൂരു വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ അധികൃതർ പിടിച്ചിരുന്നു. നക്സൽ മേഖലകളിലെ സമാന്തര പണമിടപാടുകൾ രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക അഖണ്ഡതയ്ക്കും ഭീഷണിയാണ് എന്ന് ഇ ഡി വ്യക്തമാക്കി. വിഷയത്തിൽ ഇ ഡി അന്വേഷണം തുടരുകയാണ്. മണിപ്പൂർ സംഘർഷം അണയാതെ നിൽക്കുന്നതിന് പിന്നിൽ ഒരു വിഭാഗത്തിന് വിദേശത്ത് നിന്ന് ഇതേ രീതിയിൽ പണം ലഭിക്കുന്നതിനാലാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. തിമോത്തി ഇനിഷ്യേറ്റീവ് വിവിധ സഭകളിലുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെ ആഗോള കൂട്ടായ്മയാണ്. മതപരിവർത്തനം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് സൂചന. രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടു കൂട്ടരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ കോടികൾ വിദേശ പണം ഈ നാട്ടിലേക്ക് ഒഴുക്കിയാൽ എങ്ങനെ സമാധാനമുണ്ടാകുമെന്ന്. അപ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കൽ ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയാണ് എന്നിവർ അരക്കിട്ട് ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാൻഡർ യൂസഫ് അഫ്രീദി അജ്ഞാത സംഘം വെടിവെച്ചു കൊന്നു. കാക്ക എന്തിനാ ഇവിടെ നിന്നിട്ട് ബുദ്ധിമുട്ടുന്നത്? ഹൂറികളോട് പോയിട്ട് ആടിപ്പാടി രസിക്കട്ടെ. എന്താപ്പോ? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളം വഖഫ് സ്വത്താണ് എന്ന ആസാം ഇസ്ലാമിക മത പണ്ഡിതനും AIUDF ആസാം പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ബദറുദ്ദീൻ അജ്മൽ. കാക്കയുടെ കാര്യം ഏതാണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ നോക്കിക്കോളും, നമ്മൾ നോക്കണ്ട. കാരണം അവിടെ പോയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ തെളിവുകളില്ലെങ്കിൽ കാക്ക കൊടുത്തോളും. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കണം. നേരത്തെ പറയണ്ട, എല്ലാവരും പള്ളിയിൽ പോയാൽ കുട്ടികളെ ആരും നോക്കുക? അതൊരു കാര്യം ശരിയാണ്. പിന്നെ കുട്ടികളെ നോക്കണ്ടേ? കുട്ടികളില്ലാത്തവർക്ക് പോകാമോ കാക്ക? UAEയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇറാനെ പുകഴ്ത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതും വിസ റദ്ദാക്കി രാജ്യത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായിട്ടുള്ള നടപടികൾ തുടരുന്നു. ഇന്ത്യക്കാരെ ഒരു കാരണവശാലും നിങ്ങളുടെ രാജ്യത്തിൽ നിന്നിട്ട് നിങ്ങളുടെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ മാപ്പ് കൊടുക്കരുത് കാക്ക, തീർത്തേരെ. കൊണ്ടോട്ടിയിൽ 3 കോടി രൂപയുടെ മയക്കുമരുന്നുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്രീനും സുഹൃത്തും പിടിയിൽ. അയ്യോ, ഒരു ഹലാല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതല്ലേ? ഇതെന്തായിരിക്കും ഇങ്ങനെ? അങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ പാടില്ലാത്ത കാര്യമല്ലേ കാക്ക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നും പറഞ്ഞ് പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാക്ക ശ്രമിച്ചാൽ അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ കാക്കായും താത്തായും കൂടി ചേർന്ന് കഴിഞ്ഞാല് ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ശരി. UAE ദുബൈയിൽ നിന്ന് ചരക്കുമായി ഗുജറാത്തിലെ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഇന്ത്യൻ കപ്പൽ ഇറാന്റെ നാവികസേന പിടിച്ചെടുത്തു. അതവർ രണ്ടും കൂടെ നോക്കിക്കോളൂ. ഇസ്ലാം മതം സ്വീകരിക്കാൻ 100 കോടി ഓഫർ. അതേതാ നടി? മലയാള നടിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ 100 കോടിയാണ് അത്ര ഓഫർ കൊടുത്തത്. കുടുംബമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെ, ഞങ്ങൾക്ക് നടിയെ മനസ്സിലായി. ഇന്ത്യ ഇറാൻ ബന്ധം വഷളാകും. ഹോർമൂസ് കടന്ന ഇന്ത്യൻ കപ്പൽ പിടിച്ചെടുത്ത് സൈന്യം ഇറാനിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുവാണ്. പണി കിട്ടുമ്പോ മോങ്ങരുത്. നിനക്ക് കണ്ട സ്ത്രീകളെയൊക്കെ അനുവദിച്ച് തന്നത് സ്ത്രീ വിഷയത്തിൽ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്ന് പടച്ചോൻ ഒരു പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പടച്ചോൻ തന്നെ പറയുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജർമ്മനിയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി ശരിഅ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ഇസ്ലാമിക സംഘടനയെ നിരോധിച്ചു. സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. അതുകൊണ്ട് ജർമ്മനി ഇനിയും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകും. ഇവമാരെയൊക്കെ മുളയിലേ നുള്ളിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടും. ചൈനയിൽ താടി വളർത്തിയതിന് ഒരു ഉയ്ഗുർ മുസ്ലിം യുവാവിനെ 6 വർഷ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ചൈനയിലായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആരും ഇത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് വാർത്തയാകാനും പോകുന്നില്ല. എന്താണെന്നറിയാമോ? ഒന്നും ഉണ്ടായിട്ടില്ല. ചങ്കിലെ ചൈന ആയതുകൊണ്ട് നമ്മൾ ഈ വാർത്തയൊന്നും പുറത്തു വിടത്തില്ല. ഇറാന്റെ അവശേഷിക്കുന്ന സൈനിക സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കും ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. അങ്ങ് തീർത്തേരക്കാക്ക. ഹൈദരാബാദിൽ സോഷ്യൽ മീഡിയ താരം സെയ്ദ ബീഗം സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തതിന് പോലീസിന്റെ പിടിയിൽ. മറ്റേ താത്ത മയക്കുമരുന്നല്ലേ? ശരി. ഈ താത്ത ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകളെ. എന്തായിരുന്നാലും താത്താമാര് പൊളച്ചു വാരുവാണല്ലോ സോഷ്യൽ മീഡിയയിൽ. ആഹാ തരംഗം. ഇതാണ് ഹലാലായിട്ട് ഓരോരുത്തരും അവനവന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടേയിരിക്കണം. ഓക്കെ താത്ത, ഡൺ.